കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു വർഷമായിട്ട് യാത്രകൾ ചെയ്യുന്നില്ല. എൻ്റെ അളിയൻ്റെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രാവശ്യത്തെ യാത്ര. എന്നാൽ പ്രിയ സന്തോഷ് പാസ്റ്ററും എബിനുമൊക്കെ ഞങ്ങൾക്ക് വളരെ അടുത്ത സ്നേഹിതരെന്ന നിലയിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവിടേക്ക് വന്നത്. തണുപ്പുള്ള സമയത്ത് ഞാൻ അങ്ങനെ ഈ പ്രദേശങ്ങളിൽ വന്നിട്ടില്ല. നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളെ കണ്ട ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കും ആത്മഭാരത്തിനും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നിന്ന് പ്രസംഗിച്ചു. ഇന്നലെ വൈകിട്ട് നല്ല കാലുവേദനയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. കർത്താവിന് മാത്രം സകല മഹത്വവും അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ ഹൃദയത്തെ കാണുവാൻ, അങ്ങയുടെ ഭാരം മനസ്സിലാക്കുവാൻ ഞങ്ങൾക്കിനിയും കൃപ തരണമേ. ഇന്നിവിടെ വന്നിട്ടുള്ള ദൈവദാസന്മാർക്കായിട്ടും ദൈവമക്കൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. പ്രായഭേദമന്യേ സ്ഥാനഭേദമന്യേ ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം പറയുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ദേശത്ത് കാണാൻ ദൈവം സഹായിച്ചല്ലോ, നന്ദി പറയുന്നു. ഇനിയും വലിയവ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അമേരിക്കയിൽ പരസ്യയോഗം നടത്തുന്നവരെയും ടീമായിട്ട് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരെയും അധികം കാണാൻ കിട്ടത്തില്ല. അങ്ങനെ അപൂർവ കാഴ്ചകൾ ഈ പ്രാവശ്യം എനിക്ക് കാണാൻ സാധിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയും സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട് എന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഇന്നേക്ക് 25 കൊല്ലം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത് ഹോമിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു വാടക വീട്ടിലാണ്. കുഞ്ഞു വാടക വീടിൻ്റെ വാതുക്കൽ അദ്ദേഹത്തിൻ്റെ ചുവരിൽ ഒരു വലിയ ഫ്ലെക്സ്, അന്ന് ഫ്ലെക്സ് ഇല്ല, തുണി കൊണ്ട് എഴുതി കെട്ടിയിരിക്കുന്നു. 100 കുടുംബങ്ങളും ഒരു ആലയവും പെരുവ സഭയ്ക്ക് എന്ന് പറഞ്ഞ്. ആ എഴുത്തിൽ നിന്നും അവരുടെ സുവിശേഷ ദർശനം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നത്തേതിൽ ആ സ്ഥലത്തൊരു സ്ഥലം വാങ്ങി ഒരു ആലയം പണി കഴിപ്പിച്ച് 7 കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മറ്റൊരു അവസരം ലഭിച്ചു, മറ്റൊരു സ്ഥലം ലഭിച്ചു. അത് ഞങ്ങളുടെ സംവിധാനത്തിലെ അഥവാ IPCയിലെ ഒരു വലിയ ചർച്ചുകളുടെ ലിസ്റ്റിൽ പെട്ട ഒരെണ്ണത്തിലേക്കാണ് അദ്ദേഹത്തിന് അവസരം കിട്ടിയത്. അത് കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവിടുത്തെ സഭാമൂപ്പന്മാർക്ക് എന്നെ വിശ്വാസമുള്ളതുകൊണ്ട് എന്നോട് ചോദിച്ചു, നിയമനങ്ങൾ ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്നതിന് മുമ്പ് പാസ്റ്റർക്ക് മതിപ്പുള്ള ഒരാളെ പറയാമോ? മറ്റൊന്നും വിഷയമില്ല, സഭയെ സ്നേഹിക്കണം, വിദ്യാഭ്യാസം ഒന്നും ഞങ്ങൾ ഡിമാൻഡ് വെക്കുന്നില്ല, ദൈവസഭയെ പരിപാലിക്കണം, അങ്ങനെയുള്ള ഒരു കുടുംബം ഉണ്ടെങ്കിൽ പറയണം. അപ്പം ഞാൻ ഈ ദർശനം എഴുതി വെച്ച മനുഷ്യനെ
റെക്കമെൻഡ് ചെയ്തു. കാരണം അദ്ദേഹം അത്ര സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് പോകുന്നത്. അതൊരു കുതിച്ചുചാട്ടം പോലെയായിരുന്നു അദ്ദേഹത്തിന്. എന്ന് പറഞ്ഞാൽ ഒരു മാസം മാക്സിമം 3000 രൂപ കൊണ്ട് ജീവിക്കുന്ന ഒരാൾ 30,000-ലേക്കൊരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ. അങ്ങനെ അദ്ദേഹം പോയി. ഇന്ന് ഞാൻ അതിൽ ദുഃഖിക്കുന്നു. കാരണം ഇന്ന് അദ്ദേഹത്തിൽ ഒരു സുവിശേഷകൻ ഇല്ല. പക്ഷെ അദ്ദേഹത്തിൽ ഒരു ഇടയനുണ്ട്. അദ്ദേഹത്തിൽ ഒരു സുവിശേഷകൻ ഇല്ല. സുവിശേഷകൻ ഇല്ലാതെ വന്നാൽ അതുപോലൊരു നഷ്ടം വേറൊന്നില്ല. ഇവിടെ ഞാൻ വന്നപ്പോൾ മുതൽ കണ്ടത്, ഇവിടെ മിക്കവാറും എല്ലാവരും സുവിശേഷകരാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ പറയണ്ടല്ലോ. നിങ്ങളുടെ മധ്യത്തിൽ ഒരു സുവിശേഷകൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സുവിശേഷ അഗ്നി ആളിക്കത്തുന്നുണ്ട്. ഇതൊന്നും നമുക്കുണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അത് ദൈവത്താൽ ലഭിക്കുന്നതാണ്. മൊർദെഖായിയുടെ അകത്തൊരു അഗ്നി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൊർദെഖായിക്ക് എസ്തേറിനെ കത്തിക്കാൻ സാധിച്ചു. ദൈവത്തിൽ നിന്നൊരഗ്നി ഉള്ളവന് മാത്രമേ അഗ്നിയെ പകരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആൽബനിയുടെ ഗോൾഡൻ ടൈമാണിത്. ഇത് നിങ്ങൾ എഴുതി വെച്ചോ. ദിസ് ഈസ് ദ ഗോൾഡൻ ടൈം. ഇങ്ങനെയുള്ള അഭിഷിക്തരൊക്കെ ഒരിടത്തും കടിച്ചു തൂങ്ങി നിൽക്കുകയില്ല. അവരിങ്ങനെ കാറ്റടിച്ചു പോകുന്ന പോലെ നിയോഗത്താൽ മൂവ് ചെയ്യുന്നവരാണ്. നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഞാൻ കേട്ടു, കുട്ടികൾക്ക് പോലും 1 മിനിറ്റ് വിശ്രമം കൊടുക്കാതെ കുഞ്ഞുങ്ങളെല്ലാം ഓടിക്കുന്ന ഒരു ഉപദേശിയാണെന്ന് ഞാൻ അറിഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര സ്നേഹവുമാണ്. എന്നാൽ ഞാനിവിടെ ഒത്തിരി സഭകളിൽ പോയി. മിക്ക വർഷങ്ങളിൽ ഞാൻ വരാറുണ്ടല്ലോ. കാനഡയിൽ നടന്ന PC നാക്കിന് ജോർജ് വെർവറായിരുന്നു പ്രഭാഷകൻ. ഞാനീ റൈമണ്ട്സിൻ്റെ കോട്ടൊക്കെ തയ്പ്പിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. PC നാക്കല്ലേ, നമ്മൾ മോശമാക്കാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ നിരന്നിരിക്കുക കോട്ടിൻ്റെ ഒരു പ്രദർശനമാണ്. അന്നേരമാണ് ജോർജ് വെർബർ ഈ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ വേൾഡ് മാപ്പിൻ്റെ ഉടുപ്പ് ഇട്ട് ചുമ്മാ സഞ്ചി തൂക്കി കയറി വരുന്നത്. അതെല്ലാവർക്കും നല്ലൊരു അടി കിട്ടിയ പോലെയായി. നന്നായിന്ന് എനിക്ക് തോന്നി. എന്നിട്ട് അദ്ദേഹം ഒരു വലിയ ബലൂൺ വീർപ്പിച്ച് ആ സ്റ്റേജിൽ വെച്ചു. അത് വേൾഡ് മാപ്പാണ്. അദ്ദേഹത്തോട് മുട്ടുകുത്തി. ഒരു മിഷണറി പോലും ഇല്ലാത്ത സ്ഥലം ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് കൈ ചൂണ്ടിക്കാണിച്ച് മുട്ടുകുത്തി. അദ്ദേഹം അങ്ങനെ ഇത് പ്രസംഗിച്ചൊന്നുമില്ല. ആ സദസ്സ് മുഴുവൻ കരഞ്ഞു. അദ്ദേഹം ഒരു ഷിപ്പ് നിറയെ മലയാളം പുസ്തകം അവിടെ എത്തിച്ചു. ഒരു KT ജോസഫ് എന്തോ പേരുള്ള ഒരു മലയാളിയുണ്ട് ഇവിടെ. ജോസഫ്, നിങ്ങൾക്ക് ആർക്കൊക്കെ ബന്ധമുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തോട്, അല്ലേ? ഇന്നലെ അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞു. ആ പുസ്തകം മുഴുവൻ ഫ്രീ കൊടുക്കുക മലയാളിക്ക്. കാരണം നമുക്ക് ഫ്രീ ആണല്ലോ ഇഷ്ടം. ഈ വർഷം 10 പുസ്തകം പുതുതായിട്ട് മേടിച്ചവരൊക്കെ കൈപോക്കി. 2 പേരുണ്ട്. ഓ വണ്ടർഫുൾ. ഒന്ന് കൈ അടിച്ചവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. ആണോ? പൈസ കൊടുത്ത പുസ്തകം വാങ്ങണം. വേറെ ആൾ വായിക്കാൻ ചോദിച്ചാൽ കൊടുക്കരുത്. കാരണം തിരിച്ചറിയല്ല. അതുകൊണ്ട് 2 എണ്ണം മേടിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് മേടിക്കുകയാണെങ്കിൽ 2 എണ്ണം മേടിക്കണം. 1 എണ്ണം ചോദിക്കുന്നവർക്ക് കൊടുത്തേക്കണം. വിഷയം തീർന്നല്ലോ.
വീണ്ടും ചോദിക്കുന്നവരോട് പറഞ്ഞാൽ ആ പുള്ളിയുടെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് മേടിച്ച് വായിച്ചോളാൻ പറയണം. പ്രൈസ് ലോർഡ്. അപ്പം ഈ ജോർജ് ബർബറൊക്കെ ആരാ? എത്ര ലക്ഷം രൂപയാ പുസ്തകത്തിന് ചെലവ്? അത് അമേരിക്ക പോലെ കാനഡ പോലെ ഒരു രാജ്യത്തോട്ട് കൊണ്ടുവന്ന് ഫ്രീ കൊടുക്കുക. നമുക്കിടെ തലക്കിട്ട് അടിക്കുക പുള്ളി. നിങ്ങൾക്ക് സൂട്ട് വാങ്ങാൻ പറ്റും, സുവിശേഷ വേലയ്ക്ക് 10 പുസ്തകം അടിച്ചു കൊടുക്കാവോ എന്നായി ചോദ്യം. അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് ബോംബെ പട്ടണത്തിലാണ്. കപ്പലല്ല വന്നിറങ്ങിയത് കല്യാണം കഴിഞ്ഞതിൻ്റെ ആദ്യ മാസമാണ്. ഒരു ഹണിമൂൺ ട്രിപ്പും കൂടി അന്ന് കൂട്ടിക്കോ. അങ്ങനെ വന്നിറങ്ങി ഭാര്യയും ഭർത്താവും പിന്നെ പുള്ളിയെ റിസീവ് ചെയ്യാൻ വന്നവരും കൂടെ ഇങ്ങനെ നടന്നു പോവുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിയെ കാണാനില്ല. ഭാര്യയും റിസീവ് ചെയ്യാൻ വന്നവർ ഒത്തിരി ദൂരം പോയിട്ട് തിരിഞ്ഞു നോക്കി. പിന്നെ പുറകോട്ട് ചെന്നപ്പം ഈ മനുഷ്യൻ അവിടെ നിന്ന് കരയുക. കാരണം എയർപോർട്ടിലെ ജനക്കൂട്ടം കണ്ടിട്ട്, റെയിൽവേ സ്റ്റേഷനിലെ ജനക്കൂട്ടം കണ്ടിട്ട്. എണ്ണിയാൽ തീരാത്ത മനുഷ്യർ. അങ്ങനെ ആളുകളെ ഇവിടെ കാണാൻ പറ്റിയല്ല. ഒരു പണിയില്ലാതെ വഴി നിൽക്കുകയാണല്ലോ മനുഷ്യർ. അവരെ കണ്ടിട്ട് ഇയാൾ നിന്ന് കരയുക. ദൈവമേ, എനിക്ക് ഭാഷ അറിയില്ലല്ലേ, അറിയുമായിരുന്നേ ഇപ്പം ഇവരോട് പ്രസംഗിക്കായിരുന്നല്ലോ. ഭാര്യ ഇത് കണ്ടതോടുകൂടെ പുള്ളിക്കാരത്തിയുടെ സ്വപ്നങ്ങൾ തകർന്നുപോയി. കല്യാണം കഴിച്ച ഉടനെയല്ലേ. പുള്ളിക്കാരത്തി ഫോണെടുത്ത് ആങ്ങളെ വിളിച്ചു, അമേരിക്കയിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ കല്യാണം ചീറ്റിപ്പോയി, ഈ പുള്ളിക്ക് സുഖമില്ല, പുള്ളിയതേ ഈ ടൗണിലെല്ലാം നിന്ന് കരയുകയെന്ന് പറഞ്ഞു. ഇതാര് പറഞ്ഞെന്നോട്? പ്രസംഗ മധ്യേ ജോർജ് ബർബർ പറഞ്ഞതാണ്. ഇപ്പം 35 കൊല്ലം കഴിഞ്ഞു. പുള്ളിക്കാരത്തിൻ്റെ അസുഖം കുറവുണ്ട്, എൻ്റെ അസുഖം കൂടുതലാണെന്ന് പറഞ്ഞു. ഈ അസുഖം പോകരുത്. ആത്മാക്കളെ കാണുമ്പോൾ, നശിച്ചു പോകുന്നവരെ കാണുമ്പോൾ കരയുന്ന കണ്ണ് നിങ്ങൾക്കുണ്ടായിരിക്കണം. വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു, കരയുന്നു, ഇതൊന്നും ഒരു കഥയുമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നൊന്ന് പറഞ്ഞേ, ഒരു കടലാസിലൊന്ന് എഴുതിക്ക്. ഒരു വീട് എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ ഈ പ്രാവശ്യം 21,000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ താമസിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 33,000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലും താമസിച്ചു. മലയാളികളുടെ കേട്ടോ, സായിപ്പിൻ്റെ അല്ല. സായിപ്പിൻ്റെയൊക്കെ ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്ന് എഴുതി വെച്ചു. ഇതൊക്കെ പെട്ടെന്ന് കിട്ടുമെന്നേ, പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ കാർ എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞു. കാറിൻ്റെ വലിപ്പം കൂടി ഇപ്പോൾ കാറേ കയറാൻ കോണി വെക്കണം. ലോറിയാണ് ഇനി മേടിക്കാൻ പോകുന്നതല്ല, എന്നെ ഇനി മേടിക്കുന്നു അല്ലേ. ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ ലോറി മേടിക്കുക നല്ലത്. കാരണം ഇത് പൊക്കത്തിനൊരു ഗമയുണ്ടല്ലേ, പൊതുവെ ഒരു പൊക്കമാണല്ലോ എല്ലാം. ഇതെല്ലാം നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും നല്ല വാഹനം കിട്ടും, ഏറ്റവും നല്ല റോഡുണ്ട് ഇവിടെ. ഞങ്ങൾക്കൊക്കെ കാർ മേടിച്ചുകൊണ്ട് കാര്യമില്ല, റോഡോട് മേടിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വല്ല സാധാ വണ്ടിയാണ് നല്ലത്. ഏറ്റവും നല്ല വീട് മേടിക്കാം. ഒരു പാപമാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ ഇതെല്ലാം മടുക്കും. ഒരു സമയം കഴിയുമ്പോൾ ഇതെല്ലാം ബേർഡനാകും. ഒരു സമയം കഴിയുമ്പം ഈ വീടെല്ലാം ക്ലീൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാതെയാവും. ഞങ്ങൾ 35 കൊല്ലം 1 റൂം കിച്ചണിൽ കിടന്നവരാ. 1 റൂം കിച്ചൺ, അതാണല്ലോ ഞങ്ങളുടെയൊക്കെ പാഴ്സണേജ്. പത്തനംതിട്ടയില്ല ഒഴിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങളൊക്കെ എറണാകുളം ജില്ലയിലും തൃശ്ശൂരും ഒക്കെ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ പാഴ്സണേജ് ചെറുതാണ്. ഒറ്റ മുറി അടുക്കള, 2 പെൺകുഞ്ഞുങ്ങൾ, ഒരു മോന്. എന്നാ സുന്ദരമായ ജീവിതമായിരുന്നു അറിയാം. കാരണം ഒറ്റ മുറിയിലല്ലേ, എന്തനക്കം കേട്ടാലും എല്ലാവരും അറിയുമല്ലോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്നാ വെച്ചാൽ തൂക്കാനും അടിക്കാനും ഒന്നും അധികം സ്ഥലമില്ല. 500 സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞിപ്പോൾ ഒരു വീട് തട്ടിക്കൂട്ടിയപ്പോഴാണ് മനസ്സിലായത്, ഇത് അടിക്കാനും തൂക്കാനും ആരെ കൊണ്ട് പറ്റും. ഞാൻ വീട് മേടിച്ചെങ്കിലും ആദ്യത്തെ ഒരാഴ്ച സദ്യ ആകുമ്പോൾ പാഴ്സലിലോട്ട് പോകും. പുള്ളിക്കാരത്തി എന്നെ കളിയാക്കും, ഇതെന്നെ പരിപാടിയാണ്, എന്നാൽ പിന്നെ ഇതങ്ങ് വിൽക്കുക. കാരണം എൻ്റെ മനസ്സ് ഫെയ്ത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, കുഞ്ഞുങ്ങളെ മക്കളെ നിങ്ങൾ എഴുതിയിട്ടു.
എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു? 10 കൊല്ലം കൊണ്ട് ദൈവം തരും. ആ കൂട്ടത്തിൽ ഒരു രോഗവും കൂടെ വന്നാലോ? തീർന്നില്ലേ? ഒന്നും ശാശ്വതമല്ല, ഒന്നിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റുകയില്ല. എന്നാൽ നിങ്ങൾ ഒരാളെ ക്രിസ്തുവിലേക്ക് നയിച്ചാൽ അത് നിലനിൽക്കും. നിങ്ങളുടെ പ്രകാശം വർദ്ധിക്കും. സ്തോത്രം. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. ഇത് ഇങ്ങനെ തിരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ തിരിക്കാം. ഈ കസേരയും എനിക്ക് തിരിക്കാം, പക്ഷെ ഇതെനിക്ക് തിരിക്കാൻ പറ്റില്ല. ഒരാളെ കൂടെ കൂട്ടിയാൽ തിരിക്കാം, പക്ഷേ ഈ കൊച്ചിനെ എനിക്ക് തിരിക്കാൻ പറ്റുമോ? ഞാൻ ബലം പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചിരുത്തി അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങോട്ട് നോക്കും. മോൻ്റെ കുറ്റമല്ല പറഞ്ഞത്, മലയാളം ആയതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എല്ലാവരുടെയും കാര്യമാണ്. നമുക്ക് ആരെയും തിരിക്കാൻ പറ്റിയില്ല. സ്തോത്രം. ഒരു കൊച്ച് സ്കൂളിൽ എഴുന്നേറ്റ് നിൽക്കുക, LKG. ടീച്ചർ പല പ്രാവശ്യം പറഞ്ഞു, അടുത്തിരിക്കുന്ന ആളോട് പിണങ്ങിയിട്ട് ദേഷ്യത്തിന് എഴുന്നേറ്റ് നിൽക്കുന്നു. ടീച്ചർ നിർബന്ധിച്ചിരുത്തി. കൊച്ചവിടെ ഇരുന്നിട്ട് പറയുക, ഞാൻ ഇരിക്കുകയാണേലും എഴുന്നേറ്റാണ് നിൽക്കുന്നത്. നമുക്കാരെയും തിരിക്കാൻ പറ്റുകയില്ല. സുവിശേഷത്തിന് മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പാടുന്ന ഒരു പാട്ട് മനുഷ്യനെ ട്വിസ്റ്റ് ചെയ്യും. നിങ്ങൾ കൊടുക്കുന്ന ഒരു ട്രാക്റ്റ് മനുഷ്യനെ തിരിക്കും. അത് ചുമ്മാ തിരിവല്ല, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള തിരിവ്, പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള തിരിവ്, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള തിരിവ്, മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള തിരിവ്, ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കുള്ള തിരിവ്. ആമേൻ. അതെത്രയും ചെറുപ്പത്തിൽ ചെയ്താൽ അത്രയും നല്ലത്. ചെറുപ്പക്കാരെ നേടാൻ ചെറുപ്പക്കാർക്ക് പറ്റുള്ളൂ, കുട്ടികളെ നേടാൻ കുട്ടികൾക്ക് പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ മറ്റുള്ളവരെ തിരിക്കുന്നവരായി മാറണം. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവേ, ചിലരെ തിരിക്കുന്നവരാകുക, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. സ്തോത്രം. നിങ്ങളിത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കത് സാധിക്കട്ടെ, യൗവനക്കാർക്കത് സാധിക്കട്ടെ. ഇതൊരു ത്രില്ലാവട്ടെ, ഇതൊരു ഹരമാവട്ടെ, ഇതൊരു ഭ്രാന്താവട്ടെ. എനിക്ക് ചിലരെ തിരിക്കണം. ജോർജ് വെർവറെ രക്ഷയിലേക്ക് നയിച്ചത് ബില്ലി ഗ്രഹാമാണ്. ന്യൂയോർക്കിൽ നടന്നൊരു മീറ്റിങ്ങിലാണ്. ഒറ്റ പ്രസംഗം. ജോർജ് ഒരു മഹാ ഉഴപ്പനായിരുന്നു. ജോർജിൻ്റെ ഒരു വെർവറിൻ്റെ ഒരു പുസ്തകത്തിലുണ്ടത്. അദ്ദേഹം ഈ ഉഴപ്പുകാരന് ഒത്തിരി കൂട്ടുകാരുണ്ട്. അതിലൊരു കൂട്ടുകാരൻ നിർബന്ധിച്ചു, ബില്ലി ഗ്രഹാമിനെ നീ കേട്ടിട്ടുണ്ടോ? പുള്ളി പറഞ്ഞില്ല. ഇന്നൊന്ന് വന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂയോർക്കിൽ കൊണ്ടുവന്നു. ഒറ്റ രാത്രിയിലെ യോഗത്തിൽ ജോർജ് മാനസാന്തരപ്പെട്ടു. ഒറ്റ ദിവസം പ്രായമുള്ള വിശ്വാസി ചെയ്ത് കേൾക്കണോ? അന്നേ കാലത്ത് പുള്ളിയുടെ ഫ്രണ്ട്സിനെ മുഴുവൻ വിളിച്ചിട്ട് ഒരു വലിയ ബസ് ബുക്ക് ചെയ്ത് മുഴുവൻ പേരെയും ബില്ലി ഗ്രഹാമിൻ്റെ മീറ്റിങ്ങിന് കൊണ്ടുവന്നു. ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ സീറ്റ് എണ്ണം തീർന്നാൽ ഒരാളെ പോലും കയറ്റത്തില്ല. ലാസ്റ്റ് വന്നപ്പോൾ ജോർജ് വെർവർ പുറത്തായി. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, നീ കയറിക്കൂ. അല്ലല്ല, ഒരിക്കൽ സുവിശേഷം കേട്ടവൻ വീണ്ടും കേൾക്കണ്ട, നിങ്ങൾ കേൾക്ക്. അവരെ കേട്ടിട്ട് പുള്ളി പുറത്തു നിന്ന് പരസ്യവും നടത്തി.
ബില്ലി ഗ്രഹാം ആരാ? ജോർജ് വെർബർ ആരാ? നമ്മളാരാ? സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അങ്ങനെ ഒരു വാക്കയുടെ അകത്തുനിന്ന് വരണമെങ്കിൽ എന്തൊക്കെയോ അകത്ത് കയറിയല്ലേ. സുവിശേഷത്തിൻ്റെ ശക്തി അദ്ദേഹം ഗ്രഹിച്ചു. സുവിശേഷം കേൾക്കാതെ മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ ദുരന്തം അദ്ദേഹം ഗ്രഹിച്ചു. സുവിശേഷം കേൾക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ അദ്ദേഹം ഗ്രഹിച്ചു. സുവിശേഷം എന്നെ വരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഗ്രഹിച്ചു. ഞാനല്ലാതെ ആരും അത് അറിയിക്കാൻ ഇല്ലെന്ന് അദ്ദേഹം ഗ്രഹിച്ചു. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് രണ്ട് കൈയും തലേ വെച്ചിട്ട് പറയുക, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇന്ന് വന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു അസ്വസ്ഥത ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എഴുന്നേറ്റ് ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലണ്ട് കൈവിട്ടു പോയി, ലണ്ടൻ കൈവിട്ടു പോയി, ന്യൂയോർക്ക് കൈവിട്ടു പോകരുത്. ന്യൂയോർക്ക് കൈവിട്ടു പോകരുത്. നിങ്ങളിൽ പലരുടെയും തറവാട് ക്രിസ്ത്യൻ കുടുംബങ്ങൾ വിറ്റുകൊണ്ടിരിക്കുക. അല്ലാതെ എന്ത് ചെയ്യും? നിങ്ങൾ ഇഞ്ഞു പോകുന്നില്ലേ? ആരാ പേടിക്കുന്നതെന്നറിയാവോ? സുവിശേഷത്തോട് ഏറ്റവും വിരോധമുള്ള ആളുകൾ റെഡി ക്യാഷായിട്ട് നടക്കുക. ആഞ്ഞിലിമുട്ടി തറവാട്, കൊറ്റാഞ്ചേരി തറവാടൊക്കെ മേടിക്കാൻ. പുരാതനമായ വീടുകളാ പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും കിടക്കുന്ന മുഴുവൻ വയ്ക്കാനിട്ടിരിക്കുക. ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ എന്ത് വിലക്കുറവാണ്. നമ്മൾ നേരത്തെ ഈ വീട് പണിതുപോയി എല്ലാവരുടെയും പോയി മേടിക്കായിരുന്നു, അത്ര ചീപ്പായിട്ട്. ആരാ മേടിക്കാൻ പോണെന്നറിയാവോ? വൻകിട ബിസിനസ് പാർട്ടികൾ റെഡി ക്യാഷുമായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആലയമൊക്കെ കിട്ടുമെന്നേ. ഞാനവിടെ ഈ പ്രാവശ്യം ഞാൻ ഈ വരവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. കാണാത്തത് ചിലത് കാണണം. അതായി കണ്ടോണ്ടിരിക്കുന്നത്. ഡാളസിൽ ഞാൻ ചെന്നപ്പോൾ ഒരു ജസ്റ്റിൻ പാസ്റ്ററെ കണ്ടു. വളരെ യങ്ങാണ്. 5 ഏക്കർ സ്ഥലവും ഒരു ആലയം കൂടെ $1 കൊടുത്തു വെച്ചു പോയി അവർ. ആരെങ്കിലും ഒന്ന് ഇറങ്ങാൻ ദൈവം നോക്കിയിരിക്കുക. എല്ലാ സൗകര്യവും എവിടെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ചെന്ന് വടി നീട്ടിയിട്ട് വേണം ചെങ്കടലൊന്ന് മുറിയാൻ. നീ കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് വേണം കാടപ്പക്ഷി പറക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. 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 ലണ്ടൻ സിറ്റിയുടെ മറ്റൊരു ഭാഗത്ത് 4, 5, 6 പാവപ്പെട്ട നേഴ്സുമാർ. അക്കാലത്ത് വന്നവർ ജനറൽ നേഴ്സസാണ്, എഡ്യൂക്കേറ്റഡ് അല്ല, മിഡിൽ ക്ലാസ് ആളുകളാണ്. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം വാടകയ്ക്കെടുത്തു. അവിടെ ആളെ കൊള്ളാതെ വന്നു. അവരുടനെ ഒരു ആലയം വാങ്ങാൻ വേണ്ടി അതിൻ്റെ കമ്പനികളിലൊക്കെ പരസ്യം കൊടുത്ത് നോക്കി. അങ്ങനെ വന്നപ്പോൾ ഒരു വെള്ളക്കാരുടെ ആലയം, മനോഹരമായ പള്ളിയും സെമിത്തേരിയും ഉൾപ്പെടെ 3-4 ഏക്കർ സ്ഥലം. അവരവിടെ ചെന്നപ്പോൾ അവർ ചോദിക്കുന്ന വില ഇന്ത്യൻ റുപ്പീസ് ഒരു 15 കോടിയോളം വരും. അത്ര ചോദിക്കുന്നുള്ളൂ, അത് തന്നെ കുറഞ്ഞ വിലയാണ്. ഇവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല. എന്നാലും എത്രയുണ്ടെന്ന് പറയാൻ നാണിക്കും. അത്ര കുറച്ചേ കയ്യിലുള്ളൂ.
നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്. എന്നാൽ ട്രസ്റ്റ് മെമ്പേഴ്സിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ മതാമ്മ. ട്രസ്റ്റ് മെമ്പേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്നു, നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടെന്നൊന്ന് പറ. അവർ പറഞ്ഞു, വളരെ കുറച്ചേ ഉള്ളൂ, പറയാൻ കൊള്ളൂല്ല. ഒരു മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞ് അവരകത്ത് പോയി ബോർഡിൽ ആലോചിച്ച് ഒന്ന് പറഞ്ഞു, ഈ സെമിത്തേരി നഷ്ടപ്പെടുത്തരുത്, ഈ ആലയം ആരാധനയ്ക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ, 2 എഗ്രിമെൻ്റ് എഴുതി തരാവേ, ഫ്രീ ആയിട്ട് തന്നേക്കാം. ആലയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു, ആത്മാക്കൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇത് ഉണർവിൻ്റെ നാടാണിത്. ദൈവം നിങ്ങളെ അത് ഏൽപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. നിങ്ങളിവിടെ വന്നതുകൊണ്ടുള്ള യഥാർത്ഥ നേട്ടം, നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ ഫ്രീഡം ഉണ്ട്. ഈ റോഡിലൊക്കെ ഇരിക്കുന്ന വലിയ ബോർഡ്, യേശുക്രിസ്തു എന്നുള്ള ബോർഡ് കണ്ട് ഞാൻ സന്തോഷിച്ചു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരെണ്ണം വെക്കാൻ പറ്റുകയില്ല. ഇവിടെയൊക്കെ നിങ്ങൾ പരസ്യവും നടത്തുന്നു, നമ്മുടെ നാട്ടിലൊരു പരസ്യവും നടത്താൻ ബുദ്ധിമുട്ടായിപ്പോൾ. എന്തെങ്കിലും ആട്ടെ, ഇവിടെ വന്നതിൻ്റെ ഒരു വലിയ ഗുണം അതാണ്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ഒരു വീട് മേടിക്കുക, വാഹനം മേടിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പം നാട്ടിലും സാധിക്കും. ഒരുവിധം ശമ്പളമൊക്കെ ആയി. നേഴ്സസിനൊക്കെ ഇപ്പം 50,000 രൂപ ശമ്പളമായി. ഇവിടുത്തെ 2 ലക്ഷത്തേക്കാൾ നല്ലതാണ് അവിടുത്തെ 50,000. കാരണം ഈ കമ്പിളിയൊന്നും മേടിക്കണ്ടല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വലിയ നേട്ടമൊന്നും നേടിയിട്ടൊന്നുമില്ല. വലിയ നേട്ടമൊന്നും നേടിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഇപ്പം സെയിമാണ്. കുറച്ചുകൂടി സമാധാനമുണ്ട്. ഒരു ചെറിയ ഉടുപ്പെല്ലാം ഇട്ടാൽ ഇറങ്ങി നടക്കരുത്, ഒരു പ്രശ്നമില്ല. നിങ്ങളൊന്നും കൂടുതൽ നേടിയിട്ടില്ല. പക്ഷെ നേടാവുന്ന എന്നാണെന്നറിയോ, നിങ്ങൾക്ക് ആത്മാക്കളെ നേടാൻ കുറച്ചുകൂടെ സൗകര്യമുണ്ട്. അമേരിക്കൻ പാസ്പോർട്ടുള്ള ഒരാൾക്ക് എത്ര രാജ്യമാണ്? 160 രാജ്യം ഫ്രീ ആയിട്ട് പോകാം. അതൊക്കെ ഒരു നേട്ടമാണ്. അതുകൊണ്ട് വന്നത് മുതലാക്കണം. അമേരിക്കൻ പാസ്പോർട്ടുള്ള ഒരാൾക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി 1:8 ഈസിയാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെ ചെയ്യുമ്പോൾ സാക്ഷികളാകും. അതിന് വിസ വേണ്ടേ? നിങ്ങൾക്ക് വിസ വേണ്ട. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തണം. താങ്ക് യു ജീസസ്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16-ാം വാക്യം. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? 9:16. 1 കൊരിന്ത്യർ. എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ ഒന്ന് വായിച്ചു തരാം. നിങ്ങൾ മലയാളത്തിലുള്ളവർ എൻ്റെ കൂടെ ഏറ്റു പറയണം. ഇംഗ്ലീഷിലുള്ളവർ ഇംഗ്ലീഷിലും പറഞ്ഞാൽ മതി. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഈ ഒരു കൊച്ചു ചിന്ത പറഞ്ഞ് നിർത്താം. 3 ഡൈനാമിക് തോട്ട്സ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. 1, സുവിശേഷം അറിയിക്കുന്നു എന്നത് ഒരു പ്രശംസനീയമായ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അങ്ങനെ കൂടുതൽ പറയുകയൊന്നും വേണ്ട.
പുകഴണ്ട, സാക്ഷി പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്. അത് നോർമലായ കാര്യമാണ് അത്. അതുകൊണ്ട് വലിയ കാര്യം ചെയ്തു എന്ന് ധരിക്കണ്ട, അത് ചെയ്തേ പറ്റൂ. നോർമലായത് അബ്നോർമലാകുന്നത് എപ്പോഴാണ്? സ്തോത്രം. എല്ലാ സഭകളും എല്ലാ ദിവസവും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് വല്ലവരും ഇത് ചെയ്യുമ്പോഴേക്കും വലിയ കാര്യമായി മാറുന്നത്. രണ്ടാമത്തെ ചിന്ത, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നമ്മുടെ മേൽ നിർബന്ധം കിടപ്പുണ്ട് ചില കാര്യങ്ങൾക്ക്. അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്ന ഇതാണ്. ഇവിടുത്തെ കൾച്ചറിലല്ല, ഞാൻ ഇന്ത്യൻ കൾച്ചറിൽ പറയുക. കൊല്ലം പട്ടണത്തിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഭാര്യയും അവധിക്കാലം ആഘോഷിക്കാൻ ഊട്ടി, മൂന്നാർ പ്രദേശങ്ങളിലേക്ക് പോയി. അവിടെ റിസോർട്ടിൽ താമസിച്ച് അവിടെ വാടകയ്ക്ക് വണ്ടി കിട്ടും, എല്ലായിടവും കണ്ട് ആസ്വദിക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് ഈ റിസോർട്ടിനെ ലക്ഷ്യമാക്കി വന്നു. താങ്കളുടെ പേരെന്താ? പേര് പറഞ്ഞു. ഭാര്യയുടെ പേരെന്താ? പേര് പറഞ്ഞു. ജീപ്പിലോട്ട് കയറാൻ പറഞ്ഞു. എന്താ കാര്യം? ഞാൻ ഗവൺമെൻറ് സർവൻ്റാണ്. അതുകൊണ്ട് തന്നെയാണ്, ഗവൺമെൻറ് സർവൻ്റ് ആയതുകൊണ്ട് തന്നെയാണ്. എന്തോ കാര്യം? വയസ്സായ അമ്മയെ വീടിന് പുറത്തുള്ള കാർ ഷെഡിൽ കട്ടിലിട്ട് നല്ല കട്ടിലും പതുപ്പും ഒക്കെ കൊടുത്ത് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണവും അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇവർ പോയതാ. അമ്മയെ ഉറുമ്പ് കടിച്ച് കൊല്ലാറായപ്പോൾ അമ്മ കിടന്ന് കരഞ്ഞ് പഞ്ചായത്ത് ഇടപെട്ട് അവരെ ഹെൽത്ത് കെയറിലാക്കിയിട്ട് ഈ പിള്ളേരുടെ പേര് കേസ് കൊടുത്തു. ഇവരെ രണ്ടിനെയും വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. എൻ്റെ ചോദ്യം, മാന്യമായിട്ട് അപ്പനെയും അമ്മയെ നോക്കുന്ന ആരുടെയെങ്കിലും പടം പത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഇവരുടെ വാർത്തയും എല്ലാ ചാനലിലും വന്നു, സകല പത്രത്തിലും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പേരൻസിനെ നോക്കുന്നവരുണ്ട്, അവരുടെ ഒന്നും വാർത്ത വന്നിട്ടില്ല. അപ്പനെയും അമ്മയെ നോക്കുന്നത് ഒരു വാർത്തയല്ല, പക്ഷെ നോക്കാതിരിക്കുന്നത് ഒരു വാർത്തയാണ്. അതാ ഈ വാക്യത്തിൻ്റെ അർത്ഥം. നോക്കുന്നതൊരു വാർത്തയല്ല, അത് നിർബന്ധമാണ്, ചെയ്തിരിക്കണം, കടമയാണ്. പക്ഷെ നോക്കിയില്ലേ വിവരം അറിയും. ഇവിടെ കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ലേ? അറിയാൻ മേല. അവർ കുറ്റവാളികളായി. നിങ്ങൾ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറ്റവാളികളാണ്. ശരിയാണോ? അതെ, മറക്കണ്ട. എനിക്കയ്യോ കഷ്ടം എന്നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഓരോരുത്തരും പറയണം, എനിക്കയ്യോ കഷ്ടം. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കണം. ഞാൻ പല വീട്ടിൽ താമസിച്ചല്ലോ. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നില്ല. എൻ്റെ അച്ചായനെ കുടിക്കുന്ന വെള്ളത്തെ ശുദ്ധീകരിക്കണമേ, എൻ്റെ അച്ചായൻ കുടിക്കുന്ന കാപ്പിയെ ശുദ്ധീകരിക്കണമേ, ചായയെ ശുദ്ധീകരിക്കണമേ, പഞ്ചസാരയെ ശുദ്ധീകരിക്കണമേ, പിന്നെ സ്പൈനൽ കോഡിനെ ശുദ്ധീകരിക്കണമേ, പിന്നെ കുടലിനെ, കിഡ്നി ശുദ്ധീകരിക്കണമേ. എൻ്റെ അച്ചായൻ ഇന്ന് പോകുന്ന വാഹനത്തിൻ്റെ സ്റ്റിയറിങ്, വീല്, അതിനെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യണമേ കർത്താവേ. എങ്ങനെ ദൈവം നമ്പരാൻ ഒരു പോയിൻ്റ് പോലും വിട്ടുപോകരുത്, അത്ര ക്ലിയറായിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരാളുടെ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചുങ്ങളുടെ എല്ലാം കാര്യങ്ങൾ ഇതുപോലെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡീറ്റെയിൽസ് ഡോക്ടർമാർക്ക് പോലും അറിയാൻ പറ്റില്ല, അതുപോലെ പ്രാർത്ഥിക്കുക. അതിനെല്ലാം കൂടെ എങ്ങനെ ഒരു 25 മിനിറ്റ് എടുക്കും.
ഒരു ദിവസം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഈ ദിവസം ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തന്നുകൊണ്ട് സ്തോത്രം. കർത്താവിനെ അറിയാത്ത ഒരാളോടെങ്കിലും സുവിശേഷം പറയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇങ്ങനെ കുറച്ച് കാര്യം പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറയുക, ഇനി എല്ലാ ദിവസവും അങ്കിൾ പ്രാർത്ഥിച്ചാൽ മതി, കാരണം വേഗം കിടക്കാമല്ലോ, വേഗം കിടക്കാമല്ലോ, അത് ഓർത്തിട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത്, ഇങ്ങനെയെല്ലാം മെഡിക്കലി പ്രാർത്ഥിക്കണോ ദൈവത്തോട്? അപ്പം ഇത് പ്രാർത്ഥന ഇതാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ അച്ചായൻ നല്ല സ്ട്രോങ് ആയിരിക്കണം 105-ാമത്തെ വയസ്സിൽ. ബാക്കിയുള്ളവരോ അത് എന്നേലും ആട്ടെ, അവർക്ക് പോയി. ഇത് ദൈവം ഇതൊക്കെ കേട്ട് പുച്ഛിക്കുക. നീ പ്രാർത്ഥിച്ചിട്ടാണോ നീ ജനിച്ചത്? ആണോ? എടാ, അതെല്ലാം കൂടി ഒറ്റ മിനിറ്റ് മതി. സ്വർഗസ്നായ പിതാവെ പഠിച്ചു നോക്ക്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തീർന്നു. അതിനകത്ത് വീടിൻ്റെ കാര്യം വന്നു, കിച്ചൻ്റെ കാര്യം വന്നു, ഗ്യാസിൻ്റെ കാര്യം വന്നു, കാറിൻ്റെ കാര്യം വന്നു, ഡ്രൈവറുടെ കാര്യം വന്നു, ഗോതമ്പ്, അരി, മാവ്, ചിക്കൻ, മട്ടൻ, മീൻ എല്ലാം വന്നു. സാൽമനൊക്കെ അതിനകത്ത് വിട്ടു. ഞങ്ങൾ ആവശ്യമുള്ള ആഹാരം അല്ലേ? അത് വേവിക്കണമെങ്കിൽ കിച്ചൻ വേണ്ടേ, ഗ്യാസ് വേണ്ടേ, അത് കൊണ്ടുവരുന്ന കാറ് വേണ്ടേ, ഇതെല്ലാം ഇതിനകത്ത് വന്നു. ഞാൻ നോക്കി ഈ കാറിൻ്റെ കാര്യം എപ്പോഴാന്ന് ഇല്ല. കേട്ടോ, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അതേസമയം നിന്റെ നാമം മഹത്വപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം നടക്കണമേ. ഇത് 3 സുവിശേഷീകരണ, ഇത് 3 മിഷൻ പ്രയറാ. 3 പ്രാവശ്യം മിഷൻ പ്രയർ പറഞ്ഞെങ്കിൽ ഫുഡിന്റെ കാര്യം ഒറ്റ വാക്കേ ഉള്ളൂ. പിന്നെ 2 പ്രാവശ്യം എന്നാണെന്നറിയാവോ? സ്പിരിച്വൽ വാർഫെയർ. അപ്പൊ പ്രയർ എന്തുവാ? ദുഷ്ടന്റെ കയ്യിൽ ആപ്പെടാതെ ഞങ്ങളെ കാക്കണം. 2 കാര്യം പറയുന്നുണ്ട് സാത്താനോട് ബന്ധപ്പെട്ട്. പരീക്ഷയിൽ പെടുത്തരുതേ. പരീക്ഷ ദൈവമല്ല തരുന്നത്. പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തരുതേ. ദുഷ്ടൻ കയ്യിൽ ഇത് കാക്കണം. അപ്പോൾ സ്പിരിച്വൽ വാർഫെയറിന് വേണ്ടി കൂടുതൽ സമയം എടുക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ സമയം കൊടുക്കുക. നിന്റെ സെൽഫിന് വേണ്ടി ഇത്ര എടുത്താൽ മതി. അതുകൊണ്ട് വെളുപ്പിനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കർത്താവേ, കുഞ്ഞുങ്ങളുടെ കാര്യവും ഭാര്യയുടെ കാര്യവും അപ്പച്ചൻ്റെ കാര്യവും അമ്മച്ചിയുടെ കാര്യവും ഒക്കെ എല്ലാം കൂടി ഒരു 5 മിനിറ്റിൽ ഒതുക്കണം, മാക്സിമം 5 മിനിറ്റ്. എന്നിട്ട് എൻ്റെ കർത്താവേ, അങ്ങയുടെ നാമം എന്നിലൂടെ മഹത്വപ്പെടാൻ ഇന്ന് ഒരവസരം ഉണ്ടാക്കണേ. ഒരാൾക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ എന്നെ ഒന്ന് ഉപയോഗിക്കണം. സ്തോത്രം, സ്തോത്രം. ഒരാളോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കർത്താവിനെ പങ്കുവയ്ക്കാൻ എനിക്കൊരു അവസരം തരണേ. ഇതൊന്ന് പ്രാർത്ഥിച്ച് ശീലിച്ച് നോക്കിക്കേ, പിന്നെ വേറൊന്നും പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല. കാരണം ഇതിനകത്ത് മറ്റേതെല്ലാം വരും. സ്തോത്രം. നമുക്ക് നിർത്താം, കണ്ണുകൾ അടയ്ക്കാം. പ്രിയ കർത്താവേ, ഈ മിഷൻ ചർച്ചിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഈ ചർച്ചിലെ പിതാക്കന്മാരും മാതാക്കളും ഉൾപ്പെടെ ഈ തണുപ്പത്ത് ഈ പട്ടണത്തിലൂടെ നടന്ന് സാക്ഷ്യം പറഞ്ഞത് കണ്ട് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെ ഒരു ബൂസ്റ്റിംഗ് ആയിട്ട് ഈ ദൈവദാസന്മാരെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ ആത്മാവ് പറഞ്ഞതുപോലെ ഈ ന്യൂയോർക്ക് പട്ടണത്തെ മുഴുവനും സ്വാധീനിക്കുന്ന ഒരു സഭയായിട്ട് ഈ സഭ മാറട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ ദൂതന്മാർക്ക്